നമസ്തേ ഓൾ. നമുക്ക് ഇന്ന് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് മുദ്രാസ് പഠിക്കാം. അതായത് ദേവഹസ്ത ഓർ ദേവതാഹസ്താസ്. നമ്മൾ സംയുക്തം, അസംയുക്തം, അതുപോലെ ദശാവതാരം, പിന്നെ എന്താ പഠിച്ചു, ബന്ധുഹസ്തം ഒക്കെ പഠിച്ച പോലെ തന്നെ അത് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ നാട്യശാസ്ത്രം, അഭിനയ ദർപ്പണം, അങ്ങനെ രണ്ട് വലിയ ഒരു കലയ്ക്ക് നൽകിയ സംഭാവനയുണ്ട്. നാട്യശാസ്ത്രം, ഭരതമുനിയുടെ നാട്യശാസ്ത്രം, നന്ദികേശ്വരന്റെ അഭിനയ ദർപ്പണം, ഇതിൽ നിന്നും കോർത്തിണക്കിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നൃത്തത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേവതാഹസ്തം എന്ന് പറയുന്നത് ദേവതകൾ, ദേവന്മാർ, ഗോഡ് ആൻഡ് ഗോഡസ്, ഇവരെയൊക്കെ കുറിച്ച് നമ്മൾ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന മുദ്രകളാണ്. ഇപ്പോൾ ഒരു പാട്ടോട് കൂടി ഐറ്റം ചെയ്യുന്നു, അല്ലെങ്കിൽ പദം, വർണ്ണം, ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടുതലും ഈ പുരാണ കഥകളൊക്കെ ആയിരിക്കുമല്ലോ എടുത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, അവരെ കുറിച്ച് ആയിരിക്കും. അപ്പൊ ഈ കഥകളൊക്കെ പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മുദ്രകൾ ഉണ്ട്. അതാണ് ദേവതാഹസ്തം എന്ന് പറയുന്നത്. 16 ദേവന്മാരെ കുറിച്ചിട്ടാണ് ഈ ദേവതാഹസ്ത. ദേവതകളും ഉണ്ട്, ദേവന്മാർ മാത്രമല്ല. അപ്പൊ ഈ 16 എണ്ണം നമുക്ക് പഠിക്കണം ഈ ഒരു ഹസ്ത ക്ലാസിഫിക്കേഷനിൽ. അത് നമുക്ക് നോക്കിയാലോ.